لا شريك لك اللهم صل على سيدنا محمد. അറഫ സംഗമം ആരംഭിച്ചു. തീർത്ഥാടക ലക്ഷങ്ങൾ അറഫയിൽ സംഗമിച്ചിരിക്കുകയാണ്. അറഫയിലെ തമ്പുകളിലും നമിറ പള്ളിയിലും ജബൽ റഹ്മ മലയിലുമൊക്കെയായി തീർത്ഥാടകർ ആരാധനാ കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് അറഫയിലെ പ്രധാന അറഫയുമായി ബന്ധപ്പെട്ട ആരാധനാ കർമ്മങ്ങളിലേക്ക് തീർത്ഥാടകർ നീങ്ങിയത്. ഇന്ന് പകൽ മുഴുവൻ സൂര്യൻ അസ്തമിക്കുന്നത് വരെ തീർത്ഥാടകർ അറഫയിൽ കഴിയും. പാപമോചന പ്രാർത്ഥനകളിൽ ഏർപ്പെടും. ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാന കർമ്മമാണ്, മർമ്മപ്രധാനമായ കർമ്മമാണ് അറഫ സംഗമം. അറഫയുടെ ആത്മീയ ഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മനുഷ്യൻ പാപമുക്തനാകുന്നു എന്നത് അതവൻ്റെ വൈയക്തികമായ ഒരു ഗുണഫലം സ്വർഗസിദ്ധി ലഭിക്കുന്നുണ്ട് എങ്കിലും സമൂഹത്തിൽ അതുണ്ടാക്കുന്ന ഒരു വലിയ മാറ്റത്തിന് അറഫ സാക്ഷിയാകുന്നുണ്ട്. പാപമുക്തനായ ഒരു മനുഷ്യൻ ഇനി ഒരിക്കലും പാപം ചെയ്യില്ലെന്ന് ഇവിടുന്ന് പ്രതിജ്ഞ ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ തെറ്റില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ പുനഃസൃഷ്ടി കൂടി ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, ഇസ്ലാമിക മാനവികത എന്ന് പറയുന്ന ഒരു അക്കാഡമിക്കൽ വിഷയം മാത്രമല്ല, അതിൻ്റെ ഏറ്റവും പ്രായോഗികമായ തലം അറഫയിൽ സംഭവിക്കുകയാണ്. അറഫയിലെ നമിറ പള്ളിയിൽ നടന്ന നമസ്കാരത്തിനും ഖുതുബക്കും ഷെയ്ഖ് അലി അൽ ഹുദൈഫിയാണ് നേതൃത്വം നൽകിയത്. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ആ നമിറ പള്ളിയിൽ നടന്ന നമസ്കാരത്തിൽ പങ്കെടുത്തു. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നത് വരെ തീർത്ഥാടകർ അറഫയിൽ കഴിയും. സൂര്യൻ അസ്തമിച്ച ശേഷം ഹാജിമാർ അടുത്ത കർമ്മത്തിനായി മുസ്ദലിഫയിലേക്ക് പോകും. നാളെ മുതൽ മീനായിലെ ജംറകളിൽ എറിയാനുള്ള കല്ലുകൾ തീർത്ഥാടകർ ശേഖരിക്കുന്നത് മുസ്ദലിഫയിൽ നിന്നാണ്. 4 ദിവസങ്ങളിലായി 3 ജംറകളിൽ എറിയാനുള്ള ഏതാണ്ട് 70ഓളം കല്ലുകളാണ് തീർത്ഥാടകർ ശേഖരിക്കുന്നത്. നാളെ രാവിലെ തീർത്ഥാടകർ മുസ്ദലിഫയിൽ നിന്നും മീനായിൽ തിരിച്ചെത്തും. ജംറകളിൽ കല്ലേർ കർമ്മം ആരംഭിക്കുകയും ചെയ്യും.